ഹലോ മൈ ഗൈസ്, ഇന്ന് ചെറിയൊരു ഈവനിങ് വ്ളോഗായിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗിൽ ഞാൻ എന്നെപ്പറ്റി രണ്ട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്നാമത്തേത്, ഞാൻ ക്ലിപ്പ് ഇട്ടു. എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ടാണ് തോന്നിയത്, പക്ഷേ പല ജഡ്ജ്മെൻറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് പാങ്ക് കൊടുത്തു. ഞങ്ങൾ നോമ്പ് ഓർക്കാനായിരുന്നു. ഞങ്ങൾക്ക് മക്രോണി പോളിയും വെട്ടിപ്പത്തിലും പിന്നെ പഴം പൊരിച്ചതും ബത്തക്കയും 2 തരം ജ്യൂസുമായിരുന്നു ഉണ്ടായിരുന്നത്. ഞങ്ങൾ അതൊക്കെ കഴിച്ച് നോമ്പ് തുറന്നു, നിസ്കരിച്ചു. അതിനുശേഷം ഖുറാനൊക്കെ എഴുതി ഞാൻ പഠിക്കാനിരുന്നു. ഞങ്ങളുടെ എക്സാം വരുന്നുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത്തെ കാര്യം, ഞാൻ കണ്ണട വെച്ച് തുടങ്ങി. അതിനുശേഷം ഞാൻ ടൈം ടേബിളൊക്കെ എടുത്തു വെച്ചു. ഞങ്ങളുടെ എക്സാം റമദാൻ മാസത്തിൽ തന്നെ ആയതുകൊണ്ട് നല്ലൊരു ഇടങ്ങാറായിരുന്നു ഉണ്ടായിരുന്നത്. അന്നേരം കോൺസെൻട്രേറ്റ് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഞങ്ങൾക്ക് എക്സാം തുടങ്ങിയിട്ടില്ല, പക്ഷേങ്കിൽ ഈ റമദാനിൽ തുടങ്ങും. സ്കീമൊക്കെ വന്നു. പിന്നെ ഞാൻ അതൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനിരുന്നു. ഫുഡ് കഴിക്കൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ്. ഞാൻ ഈ ക്ലിപ്പിട്ടതിൻ്റെ ഫസ്റ്റ് വീക്ക് ആയതുകൊണ്ട് എനിക്ക് അവിടെയൊക്കെ കുടുങ്ങും. ഭയങ്കര ഒരു ഇടങ്ങാറായിരുന്നു. ഞങ്ങൾക്കിന്ന് ഇറച്ചി ചോറായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഞാൻ ഇശാ നിസ്കരിച്ചു ഖുർആൻ ഓതാനിരുന്നു. കുറച്ച് നേരം ഖുർആൻ ഓതി. പിന്നെ എൻ്റെ ബാക്കിൽ നിന്ന് എൻ്റെ ചെറിയ അനിയൻ കളിക്കുന്നുണ്ടായിരുന്നു. അവനെ നോക്കണമെന്ന് ഉമ്മ ഏൽപ്പിച്ചിരുന്നു. അതിന് ശേഷം ഞാൻ ബ്രഷൊക്കെ ചെയ്തു, മൗത്ത് വാഷൊക്കെ ഇട്ട് കഴുകാൻ തുടങ്ങി. എനിക്ക് ഇപ്പം ബ്രഷ് ചെയ്യൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ക്ലിപ്പ് ഇട്ട പാടായതുകൊണ്ട് ഞാൻ ഏറ്റവും മെല്ലനെയാണ് തേക്കുന്നത്. പക്ഷേ വീഡിയോയിൽ ഭയങ്കര ഫാസ്റ്റായിട്ടാണ് കാണുന്നത്. അത് പൊട്ടിപ്പോകുന്നുള്ളതൊക്കെ പേടിയാണ് എനിക്ക്. അതിന് ശേഷം ഞാൻ സ്കിൻ കെയർ ചെയ്യാനിരുന്നു. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ എനിക്ക് ഈ അണ്ടർ ഐ ക്രീമാണ്. ഇത് അലോവേരി വിറ്റാമിൻ ഇ ഓയിലും വെച്ച് ഉണ്ടാക്കിയതാണ്. ഇത് തന്നെയാണ് ഞാൻ എപ്പോഴും യൂസ് ചെയ്യൽ. ഈ കണ്ണടയും ക്ലിപ്പൊക്കെ ഇട്ട ആൾക്കാരെ ജഡ്ജ് ചെയ്യുന്ന ആൾക്കാരോട് എനിക്കൊന്ന് മാത്രമേ പറയാനുള്ളൂ, അവരിത് ഇഷ്ടമായിട്ട് വെക്കുന്നൊന്നുമല്ല. ഒരു സമയത്ത് വെക്കേണ്ടി വരുന്നു, അതിന് ശേഷം പിന്നെ അത് മാറ്റി വെക്കുന്നു. അപ്പോൾ അത്രേ ഉള്ളൂ. ബാക്കി നാളെ.